വേണമെങ്കിൽ കിഡ്നി മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടും ഉസ്താദിൻ്റെ ഈമാനികമായ ശക്തി കൊണ്ടും ക്ഷമ കൊണ്ടും അതിലേക്ക് കടക്കാതെ തടസ്സം നിന്നു. എന്നാൽ ശരീരം അതിനെ അനുവദിക്കുന്നതുമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ്. അതാകാം ഈ വരുന്ന വ്യാഴാഴ്ച ആ സർജറിയിലേക്കും തുടർ ചികിത്സയിലേക്കും കടക്കുകയാണ്. ഉസ്താദ് നമ്മോട് ദുആ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. വന്ധ്യരായ ഉസ്താദിനെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഒരു പുരുഷായുസ് മുഴുവനും ഈ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി ഉസ്താദ് ജീവിക്കുകയും ജീവിച്ചുകൊണ്ടിരിക്കുകയും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാവുകയും ചെയ്ത പ്രിയപ്പെട്ട ഉസ്താദ് കാരാഗ്രഹത്തിൽ അവിടുത്തെ യുവത്വവും ആരോഗ്യവും എല്ലാം ചെലവഴിച്ചു. നമുക്കറിയാം, ഇന്നലകളിൽ അഥവാ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പള്ളി മിനാരങ്ങൾ കെട്ടിപ്പടുക്കുവാനും അനാഥ അഗതി മന്ദിരങ്ങൾക്ക് വേണ്ടിയും അറബി കോളേജുകൾക്ക് വേണ്ടിയും സാധുക്കളായ നാനാജാതി മതസ്ഥരെ സമൂഹത്തെ സഹായിക്കാൻ വേണ്ടി ഉസ്താദിൻ്റെ ഉശിരും ആഫിയത്തുമുള്ള യൗവനം തുടിക്കുന്ന കാലഘട്ടത്തിൽ ഉസ്താദ് പ്രവർത്തിച്ചപ്പോൾ ഒരു സ്റ്റേജിൽ പോലും, സ്റ്റേജുകൾ തോറും മാറി മാറി രാപകൽ വ്യത്യാസമില്ലാതെ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ പോലും ഒരു 100 രൂപയെങ്കിലും ഉസ്താദ് ചോദിച്ചിട്ടില്ല. ഉസ്താദിൻ്റെ കൂടെ വരുന്നവരും കൂലി ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരാളെ നമുക്ക് എടുത്തു പറയാൻ മറ്റൊരാൾ ഉണ്ടാകുമെന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നീണ്ട പ്രഭാഷണങ്ങൾ കഴിഞ്ഞ് 3 മണി 4 മണി 2 മണിക്കൊക്കെ വന്ന് കിടക്കുന്ന ഉസ്താദ്, ആ ഉസ്താദിൻ്റെ മഹത്വം ഓർക്കുമ്പോൾ ഇന്നും നമുക്ക് ആവേശം കൊള്ളും. തഹജ്ജുദിന് പ്രിയപ്പെട്ട ഉസ്താദ് എഴുന്നേൽക്കും, കൂടെ ഉള്ളവരെ വിളിച്ചുണർത്തും. ഈ സാധുവിന് അനുഭവമാണ് കലൂർ ഉസ്താദ്